നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. വിജയ് നയിച്ച പ്രചാരണ റാലിക്കിടെയുണ്ടായ വൻ ദുരന്തം അപ്രതീക്ഷിതമല്ല. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അവഗണിച്ചതിന്റെ അനന്തരഫലം മാത്രമാണ്. യാതൊരു സുരക്ഷാ നിയമങ്ങളും പാലിക്കാതെയാണ് വിജയ് നയിച്ച റാലിയിൽ കിലോമീറ്ററോളം ആളുകളുടെ തിരക്ക് അനുഭവപ്പെട്ടത്. രാഷ്ട്രീയ പാർട്ടിയോടുള്ള അനുഭാവം എന്നതിലുപരി തങ്ങൾ ആരാധിക്കുന്ന താരത്തെ കാണാനും ഒന്ന് തൊടാനും പറ്റുമെങ്കിൽ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുമുള്ള ആഗ്രഹമാണ് ജനക്കൂട്ടത്തിനുണ്ടായിരുന്നത്. റാലികളിലെ സുരക്ഷ സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി ഒരാഴ്ച തികയുന്നതിന് മുമ്പാണ് സംഭവം നടന്നത്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കണ്ണുവെച്ച് വിജയ് തമിഴ്നാട്ടിലുടനീളം പ്രചാരണം നടത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയും ശനിയാഴ്ചകൾ വിവിധ പട്ടണങ്ങളിൽ അദ്ദേഹം പ്രചാരണം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് കരൂരിലെ പ്രചാരണം നടന്നതും അതിനിടെ വൻ ദുരന്തം ഉണ്ടായതും. വിജയുടെ പ്രചാരണത്തിന് പോലീസ് അനുമതി നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ച് TVK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CTR നിർമ്മൽ കുമാർ മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. നേരത്തെ ട്രിച്ചിയിൽ വിജയുടെ പ്രചാരണത്തിന് പോലീസ് ആദ്യം അനുമതി നൽകിയിരുന്നില്ല. അതിനുശേഷം മാത്രമാണ് നിയന്ത്രണങ്ങളോടെ പോലീസ് അനുമതി നൽകിയത്. ഇത് ചൂണ്ടിക്കാട്ടി നിർമ്മൽ കുമാർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി ഒരു സംഭവം ഉണ്ടായാൽ ആരാണ് ഉത്തരവാദിയെന്ന് ചോദിച്ചിരുന്നു. നേതാവ് തന്നെ പ്രവർത്തകരെ നിയന്ത്രിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മുന്നറിയിപ്പ് നൽകിയ ഒരാഴ്ച തികയുന്നതിന് മുമ്പാണ് അപകടം നടന്നത്. നടൻ വിജയ് പങ്കെടുത്ത എല്ലാ റാലികളിലും നിയന്ത്രിക്കാനാകാത്ത വിധം ആളുകളാണ് പങ്കെടുത്തത്. മധുര, കോയമ്പത്തൂർ, ട്രിച്ചി, അരിയല്ലൂർ, നാഗപട്ടണം എന്നിവിടങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിൽ ആരാധകർ നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ല എന്നും ഭരണകക്ഷിയായ DMK, പ്രതിപക്ഷമായ AIDMK, BJP എന്നിവർ പരാതിപ്പെട്ടിരുന്നു. വിജയെ കാണാൻ മരങ്ങളിൽ കയറുക, ടവറുകളിലും മതിലുകളിലും കയറുക തുടങ്ങിയ സാഹസികതകളും ആരാധകർ കാണിച്ചു. വിജയെ കാണാൻ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണെന്നും നിരവധി ആരാധകർ അഭിമുഖങ്ങളിൽ പോലും നൽകിയിട്ടുണ്ട്. സ്കൂൾ അവധി ദിവസങ്ങളിലെ പ്രചാരണത്തിന് ധാരാളം സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളും എത്തി. കരൂരിലെ വിജയെ കാണാൻ നിരവധി സ്ത്രീകളാണ് മക്കളുമായി എത്തിയത്. വന്നവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. 39 പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞത്.